ജേഷു. എല്ലാവർക്കും ജേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൃഷിയുടെ വീഡിയോ ആയിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന വടുകപ്പുളി അഥവാ മാതള നാരങ്ങ, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന നാരങ്ങയെ കൊണ്ട് ഒരു നല്ല രീതിയിൽ എങ്ങനെ അച്ചാർ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് കയ്പുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ അത് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വടുകപ്പുളി നാരങ്ങ കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വടുകപ്പുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വടുകപ്പുളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള വടുകപ്പുളി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് മുറിക്കാറ്. അപ്പോൾ നാരങ്ങ ഇതേ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് തൊലി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 3 ടേബിൾ സ്പൂൺ പറങ്കിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് നല്ല കളർ ഉണ്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അച്ചാർ പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ഉപയോഗിച്ച് തന്നെ അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ഇത് തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഇതിലേക്ക് പൊതിരാൻ വയ്ക്കാം. ഇനി ഈ വടുകപ്പുളി അച്ചാറിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതാ ഈ ഒരു പീസ് ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരി വേണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് കുറച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിനൊക്കെ നമുക്ക് വെളിച്ചെണ്ണയെക്കാളും നല്ലത് നല്ലെണ്ണയാണ്. കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ഉലുവ, ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5 അരി വെളുത്തുള്ളി,
നന്നായി മൂപ്പിച്ചെടുക്കുക. ഇത് കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയും ഈന്തപ്പഴവും നല്ല രീതിയിലൊന്ന് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കിയിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നാരങ്ങ അച്ചാർ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ ടേസ്റ്റ് അറിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കും, ഉറപ്പാണ്. മുമ്പൊക്കെ ഉണ്ടല്ലോ ഈ അച്ചാർ എന്ന് പറയുന്നത് കല്യാണ വീട്ടിലൊക്കെ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ്. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഒക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമൊക്കെ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അച്ചാർ ബാക്കിയുണ്ടോ എന്നതാണ്. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റിയാണ് ഈ അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.